ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു അടിപൊളി മഴയിൽ തുടങ്ങാം അല്ലേ. കാലത്ത് മുതൽ നല്ല മഴയുണ്ടായിരുന്നു. കാലത്ത് മുതലല്ല 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുണ്ട്. പിന്നെ കാലത്ത് എണീറ്റതും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ മഴയാണെന്ന് വെച്ച് കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കമില്ല. ഇവിടെ അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മോൾക്ക് മദ്രസയുണ്ട്, പോകാനായിട്ട് സമയമായപ്പോൾ പുറത്തിറങ്ങി നിൽക്കുക. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴ തോർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാറും നീങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജനലിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ മോളെയൊക്കെ മദ്രസയിലേക്ക് വിട്ടാക്കി. പിന്നെ കുറച്ച് നേരം അങ്ങനെ നിൽക്കാനാണ് തോന്നിയത്. ഈ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണല്ലേ. അങ്ങനെ നിന്നാൽ ശരിയാവില്ല. ഇനിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എപ്പോഴും ഇഡ്ഡലി ദോശ അങ്ങനെയുള്ളതൊക്കെയാണല്ലോ. ഇന്നിപ്പോൾ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാതിരിക്കില്ല ഭൂരിൻ്റെ റെസിപ്പി ഇടോ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ മൈദമാവ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 പൊടികളും നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എത്രയാണ് എടുക്കാൻ പറ്റുന്നത് അത്ര എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൈദ ഇപ്പോൾ ഇത്തിരി കൂടുതലുണ്ട്, അതുകൊണ്ട് മൈദയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ ഗോതമ്പ് പൊടി കൂട്ടിയെടുക്കും, മൈദ കുറച്ചെടുക്കും. ഇന്നിപ്പോൾ മൈദ ഉള്ളത് കൊണ്ട് മൈദ കൂട്ടിയെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ടൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവാൻ പറ്റില്ല. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കലില്ല. ചിലരൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പെട്ടെന്ന് തന്നെ ബോൾസാക്കി കുട്ടി ബോൾസാക്കി വെക്കും. എന്നിട്ട് കറിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കും. അത് അത്രയും ഒരു സമയം മാത്രമേ വെക്കൂ. ചില സമയത്ത് അങ്ങനെയൊന്നും വെക്കലില്ല. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടിടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തത് തീർന്നു, അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനായിട്ട് ഇട്ടത്. ഇനിയിപ്പോൾ ഒക്കെ റീസ്റ്റോക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ കുക്കറിലാക്കി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ ഇവിടെ ഭൂരിക്കുള്ളതൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരേ സമയം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്നുള്ളത് വിചാരിക്കില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷേ സമയം ഒരുപാട് പോകും, നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുക്കാറ്. അധികം പ്രസ് ചെയ്ത് ഞാൻ പത്തിരി, ചപ്പാത്തി, ഇതുപോലെ ഭൂരി ഒന്നും അധികം പ്രസ് ചെയ്ത് പരത്താറില്ല. അധികം പ്രസ് ചെയ്ത് പരത്തിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൊള്ളച്ച് വരില്ല. ബലൂൺ പോലെ വീർത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ, അതിന് കാരണം ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തി പരത്തുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ നമ്മുടെ വർക്കൊക്കെ കഴിയും. പെട്ടെന്ന് ചപ്പാത്തി ആയാലും ഭൂരി ആയാലും പരത്തി കഴിയും. പക്ഷെ അത് പൊള്ളി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് അധികം ബലം കൊടുക്കാതെ തന്നെ ഇതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാവ് പെട്ടെന്ന് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഭൂരി ആയാലും ചപ്പാത്തി ആയാലും കുക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല രീതിയിൽ പൊള്ളച്ച് വരും. പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ മിക്കവാറും ആർക്കും അങ്ങനെ പൊള്ളച്ച് കിട്ടാറില്ല എന്നുള്ളത് ഞാൻ എൻ്റെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു ടെക്നിക്ക് തന്നെയാണ് ഞാൻ അതിലും യൂസ് ചെയ്യാറ്. ചില സമയത്ത് സ്പീഡിൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അമർത്തി പരത്താറുണ്ട്. അമർത്തി പരത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ പൊള്ളച്ച് വരില്ല. അവിടെ ആയിട്ട് മാത്രമേ പൊള്ളച്ച് വരുള്ളൂ. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്യാതെ പരത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഓരോ ഭൂരിയായിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ എണ്ണ മുകളിലേക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ബലൂണ് പോലെ ആയി കിട്ടും. അപ്പോൾ നല്ല അടിപൊളി പൂരി തന്നെ കിട്ടും. ഇതിപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കട്ട് ജോയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കറക്റ്റായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുമല്ലോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഭൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭൂരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സൂത്രവഴി. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാം കേട്ടോ.
കാലത്തുള്ള പണികളൊക്കെ ഹറിബറിയായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ? ചില സമയത്തൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ മടിയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു മോട്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാര്യം ഈസി ആയിട്ട് തോന്നിപ്പോവും. അങ്ങനെ നമ്മൾ തന്നെ വേണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുത്താനായിട്ട് നോക്കുക. അല്ലാതെ മടി പിടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മടി പിടിച്ച് മാറി നിൽക്കലായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പരിചയമുള്ള ആർക്കും അറിയില്ല ഞാൻ ഇത്രമാത്രം സംസാരിക്കുന്നുള്ളതൊന്നും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളതൊന്നും അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, എത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കും, അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങി എനിക്ക് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പതിയെ അതെല്ലാം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, വന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാൻ കുറച്ചുകൂടി സമയം എടുക്കായിരുന്നു, കുറച്ചുകൂടി സമയം വീഡിയോസ് ലോങ് ആക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾക്കും അത് ബോറിംഗ് ആയി തോന്നിയാലോ എന്നുള്ള ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് അല്ലെങ്കിൽ 11-12 മിനിറ്റ്, അതിന് കൂടുതലായി പോകരുത്, അതിന് കൂടുതലായി പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു ബോർഡർ എനിക്കുണ്ട്. ഞാൻ ആ ഒരു ബോർഡറിനനുസരിച്ചിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കും, പക്ഷേ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ അത് പറയാനും തോന്നില്ല, പിന്നീട് അത് പറയാമെന്ന് വിചാരിച്ചാൽ മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പൂരി നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോഴും ബലൂണ് പോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ സീക്രട്ട് ഇതൊന്നു തന്നെയാണ്, അല്ലാതെ വേറെ റെസിപ്പിൻ്റെ അല്ലെങ്കിൽ മാവ് എടുക്കുന്നതിൻ്റെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കുഴയ്ക്കുന്നതും പരത്തുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഇതൊന്നുമില്ല. നമ്മൾ പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, അധികം പ്രസ് ചെയ്ത് പൊട്ടിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് എണ്ണ മുകളിലേക്ക് വരുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ അതങ്ങനെ വീർത്ത് വരും. അപ്പോൾ അവിടെ ഭൂരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നു. അത് ഞാൻ വേഗം ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ മഴക്കാറ് വരുന്നതിൻ്റെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. കാറ്റിൽ തെങ്ങിൻ്റെ ഓല നമ്മുടെ ഷീറ്റിൽ തട്ടിയിട്ട് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് പോലും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഈ പോകുന്നത് വേറെ എവിടേക്കല്ല, നമ്മുടെ നാട്ടിൻപുറ ഭാഗങ്ങളിലൊക്കെ കാണുന്ന അയൽപക്ക സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലൊക്കെ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം, അത് വേറെ തന്നെയാണ്. ഞാനിവിടെ എന്ത് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനത് തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിക്കാറുണ്ട്. ആ ഒരു സന്തോഷം അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ അവർ തിരിച്ചും തരാറുണ്ട്, പക്ഷെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെ കൊടുക്കുന്നത്. അത് ഇവിടെ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ അയൽവക്കക്കാരെ അത്രമാത്രം സ്നേഹിക്കുന്നവരും അവരോടൊന്നും ഒരു അടുപ്പം നിലനിർത്താനും നമ്മൾ ശ്രമിക്കുമല്ലോ, അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഈ താലം കൈമാറുന്നത് പോലെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളെ ഇവിടെ സ്കൂളിലേക്ക് മാറ്റാനായിട്ട് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വാച്ച് ഇടണം എന്ന് പറഞ്ഞ് വാച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ അഴിച്ചു വെക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ കുറേ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുതന്നെ ആയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാനായിട്ട് നോക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾ മസ്റ്റായിട്ടും കമൻ്റ് ഇടുക, എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക, എന്നാലേ എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. ഞാൻ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെ മോളുടെ വാനൊക്കെ വന്നു, മോളെ സ്കൂളിലേക്ക് കയറ്റി വിട്ട് പിന്നെ ഞങ്ങൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുമ്പോൾ മോൻ എപ്പോഴും ഈ ഒരു ഗേറ്റിൽ കളിക്കണം എന്ന് പറയും. നമ്മൾ പണ്ടൊക്കെ കളിക്കുമല്ലോ, ഏത് ഗേറ്റ് കാണുമ്പോഴും ഒന്ന് തൂങ്ങി നിൽക്കാതെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, അതുപോലെയാണ്
ഇപ്പോൾ മോന്. എപ്പോൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഗേറ്റ് തുറന്നാൽ പിന്നെ അത് അടയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ 1-2 ആട്ടം അതിൽ നിന്ന് ആടണം. എന്നാലേ അവനക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. മോള് പോയി കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അത്ര നേരം കൂടെ ഉണ്ടായിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. എപ്പോഴാണ് സ്കൂൾ വിടാന്നുള്ളത് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ മോനിതാ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ മോൻ അതിൽ കയറി നിന്നാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ആട്ടി കൊടുക്കണം. ഇങ്ങനെ ആട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, അതങ്ങനെ ശീലമായിപ്പോയി. ഒരു തവണ എന്തോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവൻ ഊഞ്ഞാലാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഗേറ്റിൽ കയറും. ഇതുപോലെ ആട്ടി കൊടുക്കണം. ഇതിപ്പോൾ പതിവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പറയാൻ തോന്നിയിട്ടും കമൻ്റ് ഇടാത്തവർ ഒരുപാട് പേരുണ്ടാവും. എന്നാലും അവരുടെയൊക്കെ മനസ്സ് ഞാൻ സ്വയം അറിയുകയാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.